ശബരിമല യുവതീ പ്രവേശനം LDF-നും വിശിഷ്യ CPM-നും ഉണ്ടാക്കിയ ക്ഷീണവും നഷ്ടവും ഭീകരമായിരുന്നു. യുവതീ പ്രവേശനം ഉണ്ടാക്കിയ രാഷ്ട്രീയ നഷ്ടം നികത്താൻ CPM-ന് സാധിച്ചിട്ടുമില്ല. യുവതീ പ്രവേശന വിവാദം ഉണ്ടായതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തന്നെ അധികാരത്തിലെത്തിയെങ്കിലും വിവാദത്തിന് തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊട്ടിരുന്നില്ല. പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും LDF-ന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാടിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായേക്കുമെന്ന ഒരു നിഗമനം ഉണ്ടാകുന്നത്. CPM നേതാക്കളുടെ തന്നെ ചില പ്രസ്താവനകളും ഒപ്പം വിവാദമുണ്ടായ സമയത്തെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളും കൂടാതെ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും വിലയിരുത്തുമ്പോൾ ഇത്തരമൊരു നിലപാട് മാറ്റത്തിലേക്ക് CPM-ഉം LDF-ഉം സർക്കാരും എത്തിയേക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതായത് മാർച്ച് 14-ന് യുവതീ പ്രവേശനത്തെക്കുറിച്ചുള്ള നിലപാട് സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൽ പഴയ നിലപാട് തത്വത്തിൽ തിരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് സൂചന. സത്യത്തിൽ CPM-ന്റെ ഈ നിലപാട് മാറ്റം ഇപ്പോഴുണ്ടായതാണോ? 2026-ൽ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുക്കും മുൻപ് തന്നെ CPM പ്രായോഗിക നിലപാട് മാറ്റം തുടങ്ങിയിരുന്നു. 2018 ജൂലൈയിലാണ് ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമാകാം എന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. അതിനു മുൻപ് ഇക്കാര്യത്തിൽ സർക്കാരിനോട് നിലപാട് ആരാഞ്ഞ കോടതിക്ക് സർക്കാർ നൽകിയ മറുപടി അന്ന് വിപ്ലവാത്മകമായിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല എന്നായിരുന്നു അത്. മുൻ UDF സർക്കാരിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം. പിന്നീട് വിധി വന്നതും അതേ തുടർന്നുള്ള കോലാഹലവുമൊന്നും ആരും മറന്നു കാണില്ല. അതിനുശേഷം 2019-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് CPM ഇക്കാര്യത്തിൽ പ്രായോഗികമായി ചിന്തിച്ചു തുടങ്ങിയത് എന്ന് മനസ്സിലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായ തിരിച്ചടി അതിഭീകരമായിരുന്നു. സത്യത്തിൽ നിലം തൊട്ടില്ല എന്നു തന്നെ പറയാം. ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് നിമിത്തമായത് ശബരിമല വിവാദം തന്നെയാണ് എന്ന് CPM തിരിച്ചറിഞ്ഞു. ആചാര സംരക്ഷണം എന്ന പേരിൽ അന്നു നടന്ന ക്യാമ്പയിനുകൾ CPM-ന് നല്ല രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന പ്രചാരണത്തിൽ ഹൈന്ദവ വോട്ടുകൾ കൂടുതലും CPM-ൽ നിന്ന് അകന്നു. CPM-ന്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകൾ അകന്നതാണ് അന്ന് തിരിച്ചടിയായത്. അന്ന് നഷ്ടമായ ഈഴവ വോട്ടുകൾ പിന്നീട് ഒരിക്കലും CPM-ന് തിരിച്ചു ലഭിച്ചിട്ടില്ല. അതിനുദാഹരണമാണ് 2024-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രൂക്ഷമായി ബാധിച്ചത് സ്വർണ്ണക്കൊള്ള വിവാദമാണ് എങ്കിലും ഒരു പരിധിവരെ യുവതീ പ്രവേശനവും ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവിടെ മുതലാണ് പ്രായോഗിക തെറ്റുതിരുത്തൽ നടപടി പാർട്ടി തുടങ്ങുന്നത്. ആദ്യമെത്തിയത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഖേദപ്രകടനം തന്നെയായിരുന്നു. ശബരിമലയിലെ സംഭവ വികാസങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അത് എല്ലാവരെയും വേദനിപ്പിച്ചു എന്നുമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റുപറച്ചിലായിരുന്നു തുടക്കം. പിന്നീടുള്ള ഓരോ ഘട്ടങ്ങളിലും യുവതീ പ്രവേശന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന CPM-നെ കണ്ടിട്ടില്ല. യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ 2022-ൽ പിൻവലിച്ചതും നിലപാട് മാറ്റത്തിന്റെ ഭാഗമായി കാണേണ്ടി വരും. പൂർണ്ണമായും നിലപാട് മാറ്റി എന്നതിൻ്റെ പൂർണ്ണ വിളംബരമാണ് 2025 സെപ്റ്റംബറിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം. തങ്ങൾ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ് എന്ന സർക്കാരിൻ്റെ CPM-ന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. അതോടെ പ്രായോഗിക തലത്തിൽ CPM-ന്റെ ശബരിമല നിലപാട് മാറ്റം പൂർണ്ണമായി എന്ന് കരുതാം. ഇനി തത്വത്തിലുള്ള നിലപാട് മാറ്റമാണ് ശേഷിക്കുന്നത്. അത് ഈ മാർച്ച് 14-ന് നൽകുന്ന സത്യവാങ്മൂലത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. മുൻപ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഇനി സർക്കാർ ഒരുപക്ഷെ സ്വീകരിക്കാൻ സാധ്യത. എന്നിരുന്നാലും ഒറ്റയടിക്ക് പ്ലേറ്റ് മറിച്ചുള്ള ഒരു നിലപാട് മാറ്റത്തിന് തയ്യാറാകുമോ എന്നും അറിയില്ല. CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ദേശീയ ജനറൽ സെക്രട്ടറിയുടെയും പരാമർശങ്ങളും പ്രസ്താവനകളും അത്തരമൊരു സൂചന നൽകുന്നുമുണ്ട്. പാർട്ടി നിലപാടും സർക്കാർ നിലപാടും ഒന്നാകണമെന്നില്ലല്ലോ എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഒരു സൂചനയാണ്. ദേശീയ ജനറൽ സെക്രട്ടറി MB ബേബി പറഞ്ഞതും സർക്കാർ ഉചിത തീരുമാനം എടുക്കുമെന്നാണ്. ഇത് കേരളത്തിലെ വിഷയമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന തീരുമാനം കേരള നേതൃത്വം എടുക്കട്ടെ എന്നതിൻ്റെ സൂചനയാണ്. അതായത് CPM ആണെങ്കിലും ഇതുവരെ സ്വീകരിച്ച നിലപാടാകില്ല ഇനി കോടതിയിൽ സ്വീകരിക്കാൻ പോകുക എന്ന് സാരം. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സമുദായ സംഘടനയായ NSS-നെ ചാക്കിലാക്കാൻ CPM-ന് സാധിച്ചുവെങ്കിലും യുവതീ പ്രവേശന വിഷയത്തിൽ NSS നിലപാട് ഇപ്പോഴും സർക്കാരിന് എതിരാണ്. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കും മുൻപ് തന്നെ പഴയ സത്യവാങ്മൂലം സർക്കാർ തിരുത്തണമെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ പരസ്യമായി രംഗത്തുണ്ട്. അടുത്ത കാലത്തായി ഇരുവരും സർക്കാരിനോട് അടുത്തു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾ സർക്കാരിനും CPM-നും ഒപ്പമില്ല എന്ന് സമുദായ സംഘടനകൾ അസന്ദിഗ്ധമായി തന്നെ വിശദമാക്കിയിട്ടുമുണ്ട്. മാർച്ച് 14-ന് സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് ഇനി കണ്ടറിയണം.